ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് വർക്കല സീരീസ് എപ്പിസോഡ് 1. എൻ്റെ വീട്ടിൽ നിന്ന് വർക്കലയ്ക്ക് 81 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ഞങ്ങൾ അതിനു വേണ്ടി എടുത്ത റൂട്ട് വന്ന് ചെങ്കവള വഴി കോവളം പോകുന്ന നാഷണൽ ഹൈവേ 66 ആണ്. ഈ റോഡ് സ്ട്രെയിറ്റാൽ പോകുമ്പോൾ നമുക്ക് കോവളം വന്ന് റീച്ച് ആവാൻ പറ്റും ഒരു 10 to 20 മിനിറ്റ്സിൽ. ഞങ്ങൾക്ക് ആ കോവളം പോകുന്ന വഴി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയം നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറുതാണ്, പക്ഷേ കോവളം എത്തിയപ്പോൾ നല്ല മഴ. അടുത്ത് ഞങ്ങൾ അങ്ങനെ പോയത് കഴക്കൂട്ടത്തിലാണ്. ഇത് ഞങ്ങൾ കഴക്കൂട്ടം റീച്ച് ആയപ്പോൾ അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് പണികൾ നടക്കുന്നത് കാണുമായിരുന്നു. അതുകൊണ്ട് ആ സൈഡ് റോഡ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടും വണ്ടികളൊക്കെ സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അടുത്ത ഇത് വന്ന് ലുലു മോളിലോട്ട് പോയി. ഞങ്ങൾ ഫസ്റ്റ് ലുലു മോളിൽ പോയി ചെറുതൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല മഴയിലെ കോളുണ്ടോണ്ട് ഞങ്ങൾ ആ പ്ലാനിനെ അങ്ങനെ സ്കിപ്പായിട്ട് നമുക്ക് തിരിച്ച് വരുമ്പം ഇറങ്ങാം, അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ ഇട്ടു. ഇതാണ് ലുലു മോളിൻ്റെ ഫ്രണ്ട് വ്യൂ. അത് ഞങ്ങൾ തിരിച്ചത് രാവിലെ സമയത്ത് തിരക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയത് തുമ്പ ബീച്ചിലോട്ടാണ്. നിങ്ങൾ കാണുന്നതാണ് തുമ്പ ബീച്ച്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിടിലൻ ബീച്ചായിരുന്നു. നല്ല വ്യൂ, ഫുൾ ഗ്രീൻ ട്രീസൊക്കെ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറയെ വീടുണ്ട്, ബോട്ടുണ്ട്, ഫിഷർമാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയം കുറേ ഫിഷർമാനൊക്കെ മീൻ പിടിച്ചിട്ട് വന്ന് അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഒരേ ഡിഫക്റ്റാണ് നമുക്ക് തോന്നിയത് വെച്ചാൽ അവിടെ ഫുള്ളാக പ്ലാസ്റ്റിക് ഇട്ടിരുന്നു. പ്ലാസ്റ്റിക് ഇട്ട് ആ ഇടത്തിനെ വന്ന് ആ ഇടത്തിനെ ബ്യൂട്ടി വന്ന് അവർ കുറച്ച് സ്പോയിൽ ചെയ്ത പോലെ ഞങ്ങൾക്ക് തോന്നി. അല്ലാതെ അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അത്. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയത് വർക്കല. ഇതാണ് ഞങ്ങളെടുത്ത റൂമിൻ്റെ പേരാണ് ഈഡൻ ഗാർഡൻ ബൈ ക്ലിഫ്. ഇത് വന്ന് വർക്കല ബീച്ചിൽ നിന്ന് ഒരു 2 to 3 മിനിറ്റ്സിൻ്റെ അകത്ത് നമുക്ക് നമ്മളെ റൂമിൻ്റെ അകത്ത് പോവാം. വർക്കല നോർത്ത് ക്ലിഫിൻ്റെ അടുത്ത് നിന്നാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ എൻട്രൻസാണ്, മെയിൻ വഴിയിൽ നിന്ന് എൻട്രൻസിലേക്ക് പോകുന്നതാണ്. ഇതിൻ്റെ 2 സൈഡും ഫുൾ ചെടികളുണ്ടായിരുന്നു. ഒരു ഓട ഉണ്ടായിരുന്നു. ആ ഓട എന്തെന്ന് പറയാമെന്ന് വെച്ചാൽ അവർ കുറച്ച് നീറ്റായൊന്നും വച്ചിട്ടില്ല. ഒരു പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ആ ഓടയ്ക്ക്. മഴ പെയ്തുകൊണ്ടായിരിക്കാം. അല്ലാതെ എന്താ പറയുക, നല്ല ഒരു വ്യൂ ആയിരുന്നു. നമ്മളെ 2 സൈഡ് ആ ട്രീസ് വന്ന് നമ്മളെ വെൽക്കം ചെയ്യണ പോലെ ഒക്കെ നമുക്ക് ഫീൽ ആവും. അങ്ങനെ ഞങ്ങൾ സ്ട്രെയിറ്റായി പോയത് ഈഡൻ ഗാർഡൻ ഞങ്ങളുടെ റൂമിലാണ്. ഈ റൂമിനെ പറ്റി പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒന്ന് സൂപ്പറായിരിക്കുന്നു. ഒരു ഡിഫറെൻറ്റ് ആർക്കിടെക്റ്റായിരുന്നു ആ റൂമിന്. പക്ഷേ ഞങ്ങൾക്ക് അവരെ ഹോസ്പിറ്റാലിറ്റീസ് ഒന്നും ഞങ്ങൾക്ക് പിടിച്ചില്ല. ആ റൂമിൻ്റെ നീറ്റ്നെസ് ഒന്നും ഞങ്ങൾക്ക് പിടിച്ചില്ല. പക്ഷേ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ കിടിലാണ്. അതേപോലത്തെ ഒരു എസ്തറ്റിക് വ്യൂ ഉള്ള റൂം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ്. ഞങ്ങൾ കുറേ റൂം സെർച്ച് ചെയ്തിട്ടാണ് ഈ റൂമിൻ്റെ വ്യൂ ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ റൂമിൻ്റെ ഇത് ബുക്ക് ചെയ്തത്. പക്ഷേ അവരെ നീറ്റ്നെസ്, ഹോസ്പിറ്റാലിറ്റീസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ജെന്യൂനായി ഞങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഈ റൂമെന്ന് പറയുമ്പോൾ ശരി, ഈ റൂമിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ വന്ന് AC ഉണ്ട്, ഫാനില്ല. ഞങ്ങൾ പോയ സമയം നല്ല മഴയുള്ള സമയമാണ്, ഞങ്ങൾക്ക് AC ആവശ്യമില്ലായിരുന്നു. പക്ഷേ AC ഇടാത്തപ്പോൾ ഞങ്ങൾക്ക് നല്ല ചൂടെടുക്കുമായിരുന്നു. സോ ഞങ്ങൾ അപ്പോൾ ഫാൻ അവിടെ മിസ് ചെയ്തു. അവിടെ ഫാനില്ലായിരുന്നു. പിന്നെ ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല വാം ലൈറ്റായിരുന്നു. ഒരു റൊമാൻറ്റിക് മൂഡിനൊക്കെ ആ ലൈറ്റ് ഒന്നും സൂപ്പറായിരുന്നു. പിന്നെ ബാത്റൂം എന്ന് കാണിക്കുമ്പോൾ അത് വന്ന് ജക്കൂസി ആയിരുന്നു. ഒരു നല്ല ബാത്റൂം, നല്ലൊരു ഡിഫറെൻറ്റ് റൊമാൻറ്റിക്കായി ഇരിക്കാനൊക്കെ ആ ബാത്റൂം കുറച്ച് യൂസ് ആയിരുന്നു. പിന്നെ ടോയ്ലറ്റ് നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ടോയ്ലറ്റ്. ഒരു ഡിഫറെൻറ്റ് ഒരു കോൺസെപ്റ്റാണ് അവർ ടോയ്ലറ്റിന് യൂസ് ചെയ്തിരുന്നത്. അവിടെ കാണുന്ന പ്ലാന്റ്സൊക്കെ ശരിക്കുള്ള ഒറിജിനൽ പ്ലാന്റ്സാണ്. ഞങ്ങൾക്ക് ഇന്നൊരു ഡിഫക്റ്റാണ് തോന്നിയത്, ആ മൊത്തം ഇതും ഒരു വുഡ് കൊണ്ട് ചെയ്തതാണ്. സോ ഫുള്ളടുത്ത് ഞങ്ങൾക്ക് ഒരു പായലിൻ്റെ സ്മെൽ വന്ന് ഡേ 1 ഞങ്ങൾക്ക് ഫീൽ ആയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ 2 ഡേയ്സിലേക്ക് റൂം ബുക്ക് ചെയ്തു. ഞങ്ങൾ വന്ന് 1 ഡേയിൽ തിരിച്ച് വന്നു. അത് പറ്റാത്തതുകൊണ്ട് ആ സ്മെല്ല് അതൊക്കെ കാരണം ഞങ്ങൾ 1 ഡേയിൽ തിരിച്ച് വന്നു. ഇനി അടുത്ത പാർട്ട് അടുത്തതിൽ കാണാം. സ്റ്റേ ട്യൂൺ.